ഏ ഭോലേനാഥ, എല്ലാം തെറ്റിപ്പോവുകയാണല്ലോ. ആ സ്ത്രീയുടെ മക്കളുടെ മനസ്സുകൊണ്ട് മഹാ അപരാധമായല്ലോ മഹേശ്വര. ആ ജീവനുകൾ മരണത്തിന് കീഴടങ്ങുകയല്ലാതെ വേറെ വഴിയില്ലേ മഹേശ്വര. എല്ലാവരുടെയും ജീവൻ മരണത്തിന്റെ വക്കിൽ തൂങ്ങിക്കിടക്കുകയാണല്ലോ മഹേശ്വര. കാല് തെറ്റിയാൽ മരണഗർത്തമാണല്ലോ. എന്തൊരു കർമ്മമാണിത് മഹേശ്വര. നാഗരാജാവിനെ കുഴിയിലേക്ക് തള്ളിയിട്ട് നിനക്ക് അവന്റെ പ്രാണൻ രക്ഷിക്കുവാനുള്ള ശക്തി ഉണ്ടല്ലോ പശുപതേശ്വര. ഇല്ല, അത് ജീവിതത്തിന്റെ കളിയാണ്. അത് അവരുടെ തലയിലെടുത്താണ്. അതിന് കാരണം അവളാണെന്നാണോ? ദുരന്തം അകറ്റി നിർത്താൻ വന്നവൾ ദുരന്തത്തിന് കാരണമാകുന്നെന്നോ? പറയൂ 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 പശുപതേശ്വര. ഭോലേനാഥ, ഓം ജ്വാലമാലിന്യേ നമഃ, രുദ്രമാലിന്യേ നമഃ, ഓം താമകശക്തിയേ നമഃ, മഹാഭയങ്കര രൂപിണ്യേ നമഃ. ജ്വാലമാലിനി മഹാമായേ, എന്റെ ഈ അലച്ചിലിൽ നിന്ന് മുക്തി തരൂ. വഴികാട്ടൂ തായേ, വഴികാട്ടൂ. നാഗമാണിക്യമുള്ള ഇടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകൂ. വഴികാട്ടിത്തരൂ അമ്മേ, വഴികാട്ടിത്തരൂ. മാർഗം കാട്ടുന്ന മഹാശക്തിയെ, നാഗമാണിക്യമുള്ളിടത്തേക്ക് എന്നെ നീ വഴി നടത്തൂ. ഇനി ഒരു പക്ഷെ ഇവള് അജിത്തിനെയും വീണയും എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചതിന് ശേഷം എന്നെ പറ്റിക്കുന്നതായിരിക്കും. ഇനി എന്താ ചെയ്യാ? പറ്റുന്നില്ല. ഇനി എന്താ ചെയ്യാ? അവളെയാണ് കാണുന്നില്ല. ശൈലു, വീണ, അജിത്, ആരെങ്കിലും എന്നെ രക്ഷിക്കേ. അജിത്, നീ പറയുന്നതെല്ലാം സത്യം. ഇത് നിന്റെ അച്ഛനാണ്. ധനഞ്ജയന്റെ വേഷത്തിൽ വന്നിരിക്കുന്നതാണ്. എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇവനൊരു ദുഷ്ടനാണ്. നിന്റെ ചേട്ടൻ ത്രിവിക്രമനെ കൊന്നതും ഇവനാണ്. നിന്റെ ഏട്ടത്തെ കൊല്ലാനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇവൻ വലിയവനാണെന്നാണ് കരുതിയത്. എന്നാൽ ഇവൻ മഹാപാപിയാണ്. അജിത്ത് പറഞ്ഞതൊക്കെ സത്യമാണോ? എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അല്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അതെ, ഞാൻ നിന്റെ അച്ഛൻ തന്നെയാണ്, ദിഗ്വിജയൻ. അപ്പോ ത്രിവിക്രം ബ്രോയെ കൊന്നുകളഞ്ഞത് നിങ്ങളായിരുന്നോ? എന്റെ മകൻ തൃശൂലാണ്, ത്രിവിക്രമല്ല. അപ്പോ ഇത്ര വർഷമായിട്ട് ഏട്ടൻ നിങ്ങളുടെ മകനായി, ഞാൻ നിങ്ങളുടെ മകളെ ജീവിച്ചതൊക്കെ? ജീവിക്കാൻ അവൻ അർഹതയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ കൊന്നുകളഞ്ഞത്. ഞാൻ ഇതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയാ, എന്റെ വീട്ടുകാർക്ക് വേണ്ടിയാ. അച്ഛൻ എന്ന് വെച്ച എനിക്ക് ദൈവമാണ്. എന്നാൽ ഇങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അറിഞ്ഞപ്പോ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുക. വേണ്ട, ചെറിയ വായിൽ വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടിയാ, നമുക്കെല്ലാവർക്കും വേണ്ടിയാ. അല്ല, ദുരാഗ്രഹം കൊണ്ട് നാഗമാണിക്യം നേടിയെടുക്കാൻ വേണ്ടി നാഗരാജാവിനെ കൊന്നവനാണ് നീ. നാഗറാണിയെ കൊല്ലാൻ ഒരുപാട് ശ്രമിച്ചവനാണ് നീ. എടാ, മിണ്ടാതിരുന്നോണം. നീ എന്റെ പൊന്നു മോളല്ലേ? ഇനി എന്റെ മുന്നിൽ നിങ്ങൾ അച്ഛനാന്ന് പറഞ്ഞ് വന്നു പോയേക്കരുത്.
എടാ ദുഷ്ട ഗരുഡ, ഞങ്ങളുടെ വീട്ടിലെ സുഖവും സമാധാനവും സന്തോഷം എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ നീ? ഞങ്ങളുടെ വീടിനെ ഒരു ശ്മശാനമാക്കി മാറ്റിയില്ലേ നീ? നോക്ക്, ഞങ്ങളുടെ വീടിന് വേണ്ടി എന്തെല്ലാം തെറ്റുകൾ ചെയ്യേണ്ടി വന്നാലും അതെല്ലാം എനിക്ക് ശരി തന്നെയാണ്. എന്നാൽ അതെല്ലാം എന്റെ മകളോട് വന്ന് പറഞ്ഞ് അവളെ എന്നിൽ നിന്ന് അകറ്റുകയാണല്ലേ? നോക്ക്, ഞാനും നിങ്ങളും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. ഞങ്ങള് ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്ക്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നടക്കില്ല. ഒരു കാരണവശാലും നിന്നെ ഇവന്റെ കൂടെ മാത്രം ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം എന്നാൽ കല്യാണത്തിന് മുമ്പ് തന്നെ എന്നെയും നിന്നെയും അകറ്റാൻ ശ്രമിച്ചവൻ പിന്നീട് എന്ത് ചെയ്യാനും മടി കാണിക്കില്ല. അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തു കൊള്ളാം. അതുകൊണ്ട് ഇവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അജിത്തിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. പറയുന്നത് കേൾക്ക്. മാറി നിൽക്കേ. ഇല്ല. മാറി നിൽക്കാനാ പറഞ്ഞത്. ഇല്ല. മാറി നിൽക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? നിന്റെ തന്ത്രങ്ങളും അവരുടെ മന്ത്രങ്ങളും ഭൂമിയിലുള്ള മനുഷ്യരോട് നടക്കും, എന്നെ പോലുള്ള ഗരുഡനോടല്ല. കൃഷ്ണേ, ദാക്ഷായണി, വേഗം തന്നെ എന്തെങ്കിലും ചെയ്യ്. ഈ ഗരുഡൻ നമ്മളെ വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ മനുഷ്യരൂപത്തിൽ വരുന്നത് വരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ദിഗ്വിജയ. ഇവനെ മനുഷ്യരൂപത്തിലേക്ക് എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
അജിത്, നീ അടുത്തേക്ക് വരണ്ട. അറിയാമടാ, നിന്നെ എങ്ങനെ മനുഷ്യരൂപത്തിലേക്ക് വരുത്തണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ സുവർണ ദിവസം അണഞ്ഞിരിക്കുകയാണ്. ഇന്ന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. നാഗമാണിക്യം എന്റെ കയ്യിൽ ലഭിച്ചാൽ ഈ ജഗത്തിന് ഭൂപതിയാണ് ഞാൻ. നാഗമാണിക്യം, നാഗലോകത്തിന്റെ മുകുടമാണിക്യം, ഈ 7-14 ലോകവും തന്റേതാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മോഹമാണിക്യം, അതിനി എന്റേത് മാത്രമാണ്. ഓം ജ്വാലമാലിനി തായേ, കാലഭൈരവി മഹാഭൈരവി, അതിനുള്ള വഴി നീ എനിക്ക് കാട്ടിത്തരില്ലേ? നിന്റെ ശക്തിയുണ്ടെങ്കിൽ, നിന്റെ ആശീർവാദമുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തന്നെ അസാധ്യമല്ല. ഓം ജ്വാലമാലിനിയേ നമഃ. നാഗമാണിക്യം, അത്ഭുതം, അത്ഭുതമായിരിക്കുന്നു. ഇത്രയും വർഷത്തെ എന്റെ തപസ്സിന് ഫലം കണ്ടു. നാഗമാണിക്യം കയ്യിലാകുന്ന സമയം വന്നിരിക്കുന്നു. മോഹമാണിക്യം എന്റെ കൈക്കലാകുന്ന സമയം വന്നിരിക്കുന്നു. 14 ലോകവും ഇച്ഛിക്കുന്ന മകുടമാണിക്യം കൈക്കലാകുന്ന സമയം വന്നു. എന്നാൽ ഇപ്പോഴതിന് സൂക്ത സമയമല്ല. നാഗമാണിക്യം എന്റെ കൈക്കലാകുന്നത് അമൃത നിമിഷത്തിലായിരിക്കണം. മോളെ വീണ, വേണ്ട വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ട് നീ കേട്ടില്ല. നിന്റെ വാശി തന്നെ എന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് നിന്റെ പ്രാണൻ കളയേണ്ടി വന്നു. എന്റെ മകൾ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു. അവളുടെ ഭാവിയെപ്പറ്റി എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാണ്. എന്നാൽ ആ ദുഷ്ട ഗരുഡൻ മരിച്ച മകളുടെ ജാതകം നോക്കിയിട്ട് യാതൊരു പ്രയോജനവുമില്ല ധനഞ്ജയ. ഇനി എന്ത് ചെയ്യണമെന്ന് പറയൂ. അത് ഞാൻ തന്നെ ആലോചിച്ച് പറയണോ നിങ്ങളോട്? എന്റെ മകൾ വീണ മരിച്ചു കിടക്കുന്ന കണ്ടില്ലേ? അതിന് കാരണക്കാരനായ ഗരുഡൻ രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ വർഗം തന്നെ നമ്മുടെ ശത്രുവാണ്. അവരെന്നും അതീവ അപകടകാരികളുമാണ്. ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കരുത്. അവനെ കൊന്നുകളയണം. നോക്ക്, എന്തെങ്കിലും ചെയ്ത് അവൻ എവിടെയാണ് എന്ത് ചെയ്യാണെന്ന് കണ്ടുപിടിക്കണം.
എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നേ? വൈകും തോറും അത് അപകടം വരുത്തി വെക്കുമെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? എന്നു കരുതി തോന്നുന്ന വിദ്യകളെല്ലാം പ്രയോഗിക്കാൻ സാധിക്കില്ല ദിഗ്വിജയ. അവൻ മനുഷ്യനല്ല, ഗരുഡനാണ്. മന്ത്രതന്ത്ര വിദ്യകളിലെല്ലാം പ്രാവീണ്യമുള്ള ഗരുഡൻ. അവനെ തോൽപ്പിക്കാൻ ഗരുഡ ഗമന വിദ്യ പ്രയോഗിക്കണം ദിഗ്വിജയ. അതിന് കാലതാമസമുണ്ട്. ഇല്ല, അതിന് താമസം പാടില്ല. ഇപ്പോൾ തന്നെ ആവണം. എന്റെ കൈകൊണ്ട് എന്റെ മകളുടെ പ്രാണൻ പോകുന്നതിന് കാരണമായവന്റെ പ്രാണൻ എന്റെ ഈ കൈകൊണ്ട് തന്നെ പോകണം. എന്റെ മുന്നിൽ വെച്ച് എന്നെ നിന്നെ കൊന്നല്ലോ വീണ. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് പോലും അജിത്, നിനക്ക് നിന്റെ ലക്ഷ്യമാണ് മുഖ്യം. വീണ, വീണ. അമ്മേ, ഈ മാലയും താലിയും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഞാൻ ആകെ ക്ഷീണിച്ചു പോയല്ലോ. എന്നാലും ഈ കല്യാണം നടത്തി കഴിഞ്ഞാൽ എനിക്ക് സ്കോർ കൂടുതൽ കിട്ടുമല്ലോ. ട്രോഫി ഈ ശൈലിന് തന്നെയാ. ഈ കല്യാണ ചെറുക്കൻ പെണ്ണ് എവിടെ പോയതാ? ഇവിടെ തന്നെ ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. വീണേ, അജിത്, വീണേ, അജിത്, നീ ഇതെന്താ ഇവിടെ കിടക്കുന്നേ? വീണേ, അജിത്ത് എവിടെ? വീണേ, വീണേ. വീണേ, വീണേ, എന്താ പറ്റിയേ? വീണേ, വീണേ, എന്തെങ്കിലും ഒന്ന് പറ. എന്താ പറ്റിയേ? ആരാ നിന്നോടത് ചെയ്തത്? വീണേ, അജിത്ത് എവിടെയാ? വീണേ, അയ്യോ, മരിച്ചെന്നാണല്ലോ തോന്നുന്നേ. അയ്യോ, എന്താ ഞാനിപ്പോ ചെയ്യാ? ആരും ഇവളെ അങ്ങ് കൊന്നു കളഞ്ഞല്ലോ. ദൈവമേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇവർ രണ്ടുപേരുടെ കല്യാണം നടത്തി എന്റെ സ്കോർ കൂട്ടാന്നാ ഞാൻ കരുതിയത്. എന്നാ ഇപ്പൊ നോക്കിയപ്പോ ഇവള് മരിച്ചു കിടക്കാണല്ലോ.